ക്രിയേറ്റിംഗ് VLAN എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് എന്നാണ് ചെയ്യാൻ പോണത്. അത് സ്വിച്ചിലാണ് നമ്മൾ ഉണ്ടാക്കുക. സ്വിച്ചിൻ്റെ ഒരു ഫീച്ചറാണ് VLAN. അപ്പോൾ 3 സ്വിച്ച് എടുത്തുണ്ട്. നാല് 8 PC എടുത്തിട്ടുണ്ട്. പതിനാലാമത്തെ എക്സ്പെരിമെൻ്റ് കേട്ടോ അത്. അപ്പോൾ VLAN പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവൈസിനെ ഒരു കാറ്റഗറിയിലാക്കാം. അവരെ കുറച്ച് ഡിവൈസസിനെ ഒരു ഗ്രൂപ്പാക്കി എടുക്കുക. അതാണ് VLAN വെച്ചിട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് മാത്രമായിട്ട് മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഉപകാരം. ഇതിപ്പോൾ ഞാൻ കണക്ഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക് കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ ക്രോസാണ് വരിക. ഈ ടൈപ്പ് കേബിൾ വരും. 2 സ്വിച്ച് തമ്മിൽ കണക്ഷൻ വരുമ്പോൾ ഇനി നമ്മൾ എല്ലാ PCക്കും IP അഡ്രസ്സ് കൊടുക്കാൻ പോകും. അപ്പോൾ ഇവിടുന്ന് 10 പോയിൻറ്റും 20 പോയിൻറ്റും വെച്ചിട്ടാണ് IP അഡ്രസ്സ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 VLAN ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. VLAN 10ഉം VLAN 20ഉം 2 ഗ്രൂപ്പാക്കുന്നുണ്ട് ഡിവൈസുകൾ ഓരോ സ്വിച്ചിലുള്ളത്. .2 കൊടുത്ത് ഫസ്റ്റത്തേലത്തെ 10.3. ഇപ്പോൾ ഈ സ്വിച്ചിലത്തെ ഈ 2 എണ്ണം 10.2ഉം 10.3ഉം IP അഡ്രസ് കൊടുത്തു. ഇനി ഈ 2 എണ്ണം 20.3ഉം 20.2ഉം 3ഉം കൊടുക്കും. സബ്നെറ്റ് മാസ്ക് താനെ വരും. അതേപോലെ ഈ സ്വിച്ചിൽ ഒരെണ്ണം 10 പോയിൻറ്റും ഒരെണ്ണം 20 പോയിൻറ്റും. അതേപോലെ ഇവിടെയും ഒരെണ്ണം 10 പോയിൻറ്റും ഇവിടുത്തെ ഒരെണ്ണം 20 പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കൊടുത്ത് 10.3 അപ്പോൾ ഇവിടെ 10.4 കൊടുക്കാം. ഇവിടെ 20.4. അതേപോലെ ഇപ്പുറത്ത് 10.5. ഇപ്പോൾ എല്ലാ PCയും IP അഡ്രസ്സ്
സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യണം VLAN ക്രിയേറ്റ് ചെയ്യണം. ഈ 3 സ്വിച്ചിലും VLAN ക്രിയേറ്റ് ചെയ്യണം. VLAN എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 VLAN ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, VLAN 10ഉം VLAN 20ഉം. ഈ VLAN 10 ക്രിയേറ്റ് ചെയ്തിട്ട് ഈ IP അഡ്രസ്സ് 10 പോയിൻ്റ് ഉള്ള എല്ലാതും VLAN 10ൽ കണക്ട് ചെയ്യും. അതേപോലെ VLAN 20 ക്രിയേറ്റ് ചെയ്തിട്ട് IP അഡ്രസ്സ് 20 വെച്ച് തുടങ്ങണ എല്ലാ ഡിവൈസിൽക്കും അത് അസൈൻ ചെയ്യും, അസൈൻ ചെയ്യും അല്ലെങ്കിൽ കണക്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്വിച്ചിൽ VLAN ക്രിയേറ്റ് ചെയ്യാം. സ്വിച്ച് എനേബിൾ കോൺഫിഗ് ടെർമിനൽ ജസ്റ്റ് VLAN 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ VLAN 10 ക്രിയേറ്റ് ആയി. ഇനി എക്സിറ്റ് അടിച്ച് VLAN 20 കൊടുത്ത VLAN 20 ക്രിയേറ്റ് ആയി. ഈ VLAN ക്രിയേറ്റ് ആയാൽ നോക്കാൻ ഷോ VLAN ബ്രീഫ്, അത് ഇവിടെ VLAN ക്രിയേറ്റ് ആയോ നോക്കാൻ ഷോ VLAN ബ്രീഫ് കണ്ടോ. ആദ്യത്തെ സ്വിച്ചിൽ VLAN 10ഉം 20ഉം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത 2 സ്വിച്ചിലും ക്രിയേറ്റ് ചെയ്യാം VLAN. എനേബിൾ കോൺഫിഗ് ടെർമിനൽ VLAN 10 എക്സിറ്റ് VLAN 20. ഇപ്പോൾ ഈ സ്വിച്ചിലും ക്രിയേറ്റ് ചെയ്ത് ഇനി അപ്പുറത്തെ സ്വിച്ചിലും ക്രിയേറ്റ് ചെയ്യാം. എനേബിൾ കോൺഫിഗ് ടെർമിനൽ VLAN 10 എക്സിറ്റ് VLAN 20. ഷോ VLAN ബ്രീഫ് കണ്ടോ. VLAN എന്താ പറയുക 3 ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ VLAN 10 എന്നുള്ളത് ഏതിലൊക്കെയാണോ 10 പോയിൻ്റ് IP അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ആ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യും. അതേപോലെ VLAN 20 എന്നുള്ളത് ഏതിലൊക്കെയാണോ 20 പോയിൻ്റ് IP അഡ്രസ്സ് കൊടുത്തിട്ടുള്ള ഡിവൈസ് അതിലേക്കൊക്കെ കണക്ട് ചെയ്യും. അങ്ങനെ 2 ഗ്രൂപ്പാക്കും. അപ്പോൾ അങ്ങനെ ആക്കാൻ സ്വിച്ചിലാണ് ചെയ്യുക. അതിന് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഡിവൈസ് ഇതിൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 10.2 ആണ്. അപ്പോൾ നമ്മൾ VLAN 10ലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ പോർട്ടിൻ്റെ അവിടുത്തെ ഫാസ്റ്റ് ഇഥർനെറ്റ് നോക്കുക. ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 ആണ്. FA കാണല്ലേ, FA 0/1. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസിൽ പോയിട്ടാണ് നമ്മളത് VLAN 10ലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കമാൻഡ് കാണിച്ചു തരാം. അപ്പോൾ ആ ഏതിലേക്കാണോ ആ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ള ആ സ്വിച്ച് എടുക്കുക. സ്വിച്ച് എടുത്തിട്ട് കോൺഫിഗ് ടെർമിനലിലേക്ക് പോവുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ മാറ്റാൻ പോണത് 0/1 ആണ്. അപ്പോൾ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1. എന്നിട്ട് ഇതിന് കണക്ട് ചെയ്യണ കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി എക്സിറ്റ് ചെയ്യാം. കണക്റ്റ് ആയിട്ടുണ്ടാവും നോക്കാൻ. ഇതോ
കണ്ട ഈ പോർട്ടിൽ കണ്ടോ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 അതിൻ്റെ നേരെ VLAN നോക്കിയാൽ കാണാം ബാക്കിയുള്ളതിലൊക്കെ 1 ഇതിൽ മാത്രം 10. അപ്പോൾ അതിൽ അസൈൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 അടുത്തത് അതും IP അഡ്രസ്സ് 10 പോയിൻറ്റിൻ്റെ റേഞ്ചിൽ തന്നെ വരുന്നത്. അപ്പോൾ VLAN 10 അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് അടിക്കും. ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് ഒന്ന് ഫുൾ അടിക്കണമെന്നില്ല, ഇങ്ങനെ അടിച്ചാലും മതി. ഇൻ്റെ F0/2 എന്നിട്ട് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 എക്സിറ്റ്. ഇപ്പോൾ ഈ രണ്ട് PC-യും 10 പോയിൻ്റ് IP അഡ്രസ്സ് വരുന്നത്. അപ്പോൾ അത് രണ്ടും VLAN 10 കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മതി കണ്ട രണ്ടെണ്ണം VLAN 10 ആയിട്ടുണ്ട്. 0/2 0/1. ഇനി ഈ രണ്ട് PC-യും VLAN 20 കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം IP അഡ്രസ്സ് 20 പോയിൻ്റ് വെച്ചിട്ട് തുടങ്ങിയുള്ളത്. അപ്പോൾ 0/3-ഉം 0/4-ഉം നമുക്ക് ഇതാക്കാം, എന്താ പറയുക, VLAN 20 അതിന് ഇൻ്റെ F0/3 കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് പോർട്ട് കമാൻഡ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20 കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ 0/4-ഉം 20 തന്നെ കൊടുക്കുക. എക്സിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ 4 PC-യും ഓരോ VLAN-ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണം VLAN 10-ക്കും ഈ രണ്ടെണ്ണം VLAN 20-ക്കും. ഇനി ഇത് VLAN 10-ക്കും കൊടുക്കണം, ഇത് VLAN 20-ക്ക് കണക്ട് ചെയ്യണം, ഇത് VLAN 10-ക്ക് കണക്ട് ചെയ്യണം, അതുപോലെ ഇതും VLAN 20-ക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് എടുക്കുക. ഇതിൻ്റെ ഇൻ്റർഫേസ് നോക്കുക. ഫാസ്റ്റ് ഇഥർനെറ്റ് ഇത് 0/1, ഇതിൻ്റെ അപ്പുറത്തുള്ള 0/2. ഇതിൻ്റെ F0/1 സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 എക്സിറ്റ് ചെയ്യുക. അതുപോലെ 0/2 സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20-ക്ക്. അതേപോലെ ഈ സ്വിച്ചിൽ ഇതിൻ്റെ 0/1 സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 എക്സിറ്റ്. സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20. ഇപ്പോൾ എല്ലാം കണക്റ്റ് ആയിട്ടുണ്ടാവും, നോക്കിയാൽ മതി. എല്ലാത്തിൽക്കും VLAN കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാണ്ട്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർട്ട് ഉണ്ടല്ലേ,
FA0/5ഉം FA0/3യും ഈ രണ്ട് പോർട്ടും അതേപോലെ ഇവിടുത്തെ 0/4ഉം 3യും ഇത് രണ്ട് പോർട്ടും ഡിഫോൾട്ടായിട്ട് ആക്സസ് മോഡിൽ നമുക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അയക്കാൻ പറ്റില്ല ഫയൽ, ഒരു സൈഡിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ട്രങ്ക് മോഡാക്കണം. അതിന് ഈ സ്വിച്ച് എടുക്കുക, ഇവിടുത്തെ 0/5, അപ്പോൾ ഈ സ്വിച്ച് എടുക്കുക, അതിൻ്റെ ഇൻ്റർഫേസ് എടുക്കുക, INF0/5, എന്നിട്ട് കമാൻഡ് ഇതാ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ ഈ സൈഡിൽ എത്ര 0/3 അതും ട്രങ്കാക്കുക. INF0/3 INF0/3 അതിൽ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് ആയാൽ നോക്കാൻ ഷോ എൻ്റെ ട്രങ്ക് കണ്ടോ, ട്രങ്ക് ആയി ഇതാ VLAN സോൺ എല്ലാവരും ട്രങ്ക് FA0/. ഷോ ഇൻ്റെ ട്രങ്ക് നോക്കിയാൽ അറിയാൻ പറ്റും ട്രങ്ക് ആയിക്കണമില്ല. അതേപോലെ ഇവിടുത്തെ 0/4 ആക്കണം. അതേപോലെ ഇനി ആക്കാനുള്ളത് ഇവിടുത്തെ 0/3 സ്വിച്ച് 2-ലത്തെ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്. മറ്റേ കമാൻഡ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN. ഇപ്പോൾ ട്രങ്ക് ആയിട്ടുണ്ട്. ഇനി പാക്കറ്റ് സെൻഡ് ചെയ്തു. ഫെയിലാണ് കാരണം രണ്ടും ഡിഫറെൻ്റ് VLAN-ആണ്. സെയിം VLAN-ലേക്ക് പോവുള്ളൂ. കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ പോയി, പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് പോവില്ല. രണ്ടും വേറെ വേറെ VLAN-ആണ്. അപ്പോൾ ഇതാണ് VLAN എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ രണ്ട് VLAN-ഉം തമ്മിൽ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കണം, അല്ല രണ്ട് VLAN തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഒരു റൂട്ടർ വെക്കണം. പരസ്പരം ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിന്. ഒരു റൂട്ടർ വെച്ചിട്ട് ആ റൂട്ടർ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. കാണിച്ചു തരാം.
ഒരു റൂട്ടർ വെക്കുക, അതിന് കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പോർട്ട് ഏതാ നോക്കുക, 0/0. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിർച്വൽ ഇൻ്റർഫേസ് ഉണ്ടാക്കണം. എനേബിൾ ചെയ്യുക. ഇവിടുത്തെ 0/0 പാസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഒരു IP അഡ്രസ്സും ഒന്നും കൊടുക്കാണ്ട് നോ ഷട്ട് ഡൗൺ ചെയ്യണം. F0/0 ജസ്റ്റ് വെറുതെ നോ ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ വെർച്വൽ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യണം. ഇനി വെർച്വൽ ഇൻ്റർഫേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 IP അഡ്രസ്സ് ഉണ്ടാക്കാൻ പോകും, 2 സബ് IP അഡ്രസ്സ്. അപ്പോൾ ഇനി 0/0 2 IP അഡ്രസ്സ് ഉണ്ടാക്കാൻ പോകും, 0.10 0.20. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചാൽ ഇൻഡ് F0/10 കണ്ടോ, ഇവിടെ സബ് എന്ന് വന്നിട്ടുണ്ട്. കാരണം സബായിട്ടാണ് ഉണ്ടാക്കുന്നത്, 2 ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ സബായിട്ടാണ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് എൻകാപ്സുലേഷൻ ഡോട്ട് 1Q ഏത് VLAN ആണോ അതിൻ്റെ കൊടുക്കുക. ഇത് VLAN 10 കൊടുക്കുക, .10 ആണ്. അപ്പോൾ 10 എന്ന് കൊടുക്കുക. എന്നിട്ട് IP അഡ്രസ്സ് കൊടുക്കണം. IP അഡ്രസ്സ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആ റേഞ്ചിലുള്ള കൊടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ 10.2 വെച്ചിട്ടാണ് ഈ പീസിന് തുടങ്ങിയുള്ളത്. 10.1 അപ്പോൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് എക്സിറ്റ് ചെയ്യും. ഇനി അതേപോലെ തന്നെ മറ്റേ ഇൻ്റർഫേസ് ഇതേ 0/0 ഉള്ളിൽ തന്നെ 0.20 ഇട്ടിട്ട് അടുത്ത സബ് ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്യും. അതിനാദ്യം എൻകാപ്സുലേഷൻ .1Q എന്ന് കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രങ്ക് പോർട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇത് കൊടുക്കണം എന്നാണ് പറയണത്. ഇതൊരു പ്രോട്ടോക്കോളാണ്, എൻകാപ്സുലേഷൻ .1Q. ഇത് കൊടുത്തിട്ടാണ് ഇത് ചെയ്യാന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ VLAN 20 ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 20. ഇനി ഇതിൻ്റെ IP അഡ്രസ്സ് കൊടുക്കും. 20.1.255 സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. എക്സിറ്റ് ചെയ്യുക. ഇനി കണ്ട 2 ഫാസ്റ്റ് ഇഥർനെറ്റിൽ 2 സബ് വെർച്വൽ ഇൻ്റർഫേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. 0/0.10 0/0.20. അതിന്
2 IP യും ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഗേറ്റ് വേ കൊടുക്കണം. ആ ഉണ്ടാക്കിയ IP 10.1 ഗേറ്റ് വേ ആയിട്ട് കൊടുക്കുക. അതേപോലെ ഇവിടെയും 10.1 തന്നെ. ഇവിടെ 20.1. ഇവിടെയും 20.1. ഇവിടെ 10 അപ്പുറത്ത് 20. ഇവിടെ 20.20 ഇവിടെയും കൂടിയും കൊടുക്കണം. ഇനി ഈ പോർട്ടും കൂടി ട്രങ്ക് ആക്കണം. അതാക്കിയിട്ടില്ല. FA0/6 അത് ഈ സ്വിച്ചിലാക്കും. ഇൻ്റെ F0/6 സ്വിച്ച് ഓക്കെ. ഇനി 2 വീലും തമ്മിൽ എന്താ പറയുക, പാക്കറ്റ് സെൻഡ് ചെയ്തൊക്കെ പോകാൻ നോക്കാം. ആദ്യം സെയിം പോകണ്ടാക്കാം. പോകണ്ട റൂട്ടറിലേക്ക് കൊണ്ടുപോകാം. പോണില്ല. ഇവിടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. കളർ മാറി. ഓക്കെ. റൂട്ടറിലേക്ക് പോയി ഇനി അപ്പുറത്തേക്ക് കൊണ്ടുനോക്കാം. ഫെയിലായി. സക്സസ് ആയി. കണ്ട, ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരേ VLANലേക്കാണ് കണക്ഷൻ പോയിരുന്നുള്ളൂ ഡയറക്റ്റായിട്ട്. ഇപ്പോൾ എന്ത് ചെയ്യും, ഇതുവഴി പോയിട്ട് ഈ റൂട്ടർ വഴി പോയിട്ട് ഇങ്ങനെ വരും. മനസ്സിലായോ? ഈ റൂട്ടർ വഴി പോയിട്ട് അതുവഴി പോയിട്ടേ വരുള്ളൂ. ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ഫെയിലാവും, പിന്നെ ശരിയാവും. കണ്ടോ, സക്സസ്. ഫെയിലാവും. അപ്പോൾ ഇതാണ് ഈ എക്സ്പെരിമെൻ്റ്. ഇതിലെന്തൊക്കെ ചെയ്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ 8 ബേസിക് IP അഡ്രസ്സ് കൊടുക്കും. ഇവിടെ 10.2, 10.3, 10.4 അല്ല, ഇവിടെ 20 ആണ് വരിക. 20.2, 20.3, ഇവിടെ 10.4, ഇവിടെ 10.5, ഇവിടെ 10 അല്ല ഇവിടെ 20.4, ഇവിടെ 10.5, ഇവിടെ 20.5. ഇങ്ങനെ IP അഡ്രസ്സ് കൊടുക്കും. 10ഉം അല്ല 10ഉം 20ഉം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. എന്നിട്ട് 10ഉള്ള ഡിവൈസസ്
VLAN 10-ൽക്കും 20-ലുള്ള ഡിവൈസസ് VLAN 20-ൽക്കും കണക്ട് ചെയ്യും. ഈ VLAN സ്വിച്ചിൽ ക്രിയേറ്റ് ചെയ്യും. അതിന് എന്താ ജസ്റ്റ് കോൺഫിഗർ എനേബിൾ ചെയ്യുക. സ്വിച്ച് ആദ്യം കോൺഫിഗർ ടെർമിനൽ അടിക്കുക, വെറുതെ VLAN 10 എന്ന് അടിച്ചു കൊടുക്കുക. എക്സിറ്റ് ചെയ്യുക, വെറുതെ VLAN 20 എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ VLAN ക്രിയേറ്റ് ആവും. എന്നിട്ട് VLAN 10-ൽക്കുള്ളത് 10-ള്ള ഡിവൈസ് VLAN 10-ൽക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യാൻ അതിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് നോക്കിയിട്ട് ഈ കമാൻഡ് കൊടുക്കുക, സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 അങ്ങനെ കൊടുക്കുക. അതേപോലെ 3 വരുമ്പോൾ VLAN 20 ആവും. അങ്ങനെ ഈ 3 സ്വിച്ചിലും കോൺഫിഗർ ചെയ്തതിൻ്റെ ശേഷം എന്നിട്ട് ഇവിടെ ട്രങ്ക് മോഡാക്കണം. ഈ പോർട്ട് ഇത് രണ്ടും ട്രങ്കാക്കണം, ഇത് രണ്ടും ട്രങ്കാക്കണം. അതിനുള്ളത് ഇതിൻ്റെ ഇൻ്റർഫേസ് എടുക്കുക, INDEF 0/5 ഇൻ്റർഫേസ് എടുക്കുക, സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് കൊടുക്കുക. അങ്ങനെ ഇതിൽ രണ്ടിലും ചെയ്യുക അതേപോലെ. എന്നിട്ട് അതേപോലെ ഇവിടെയും കൊടുക്കണം. ഈ പോർട്ട് ഇവിടെ എത്ര 0/6. എന്നിട്ട് എന്ത് ചെയ്തു, ഈ റൂട്ടറിൽ ആദ്യം നമ്മൾ 0/0 ഇൻ്റർഫേസ് എടുത്തിട്ട് വെറുതെ നോ ഷട്ട് ഡൗൺ കൊടുത്ത്. അപ്പോൾ വെർച്വൽ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള റെഡിയാക്കി. ഇങ്ങനെ കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് ഇൻ്റർഫേസ് 0/0.10 എന്നുള്ള സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ഈ പ്രോട്ടോക്കോൾ കൊടുത്ത് encapsulation.1Q10 VLAN ഈ 10 എന്നുള്ള VLAN 10-ൻ്റെ. എന്നിട്ട് അതിന് IP അഡ്രസ്സ് കൊടുത്ത് 10-ൻ്റെ റേഞ്ചിലുള്ള ആ 10 തന്നെ ഇവിടെ ഗേറ്റ് വേ ആയിട്ട് സെറ്റ് ചെയ്ത് 10 അതേ IP അഡ്രസ്സ് തന്നെ ഇവിടെ ഗേറ്റ് വേ ആയിട്ട് സെറ്റ് ചെയ്ത് ഈ 10-ൻ്റെ ഡിവൈസിലൊക്കെ അതന്നെ ഗേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത്. അതേപോലെ 20-യും ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഗേറ്റ് വേ അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ കമാൻഡുകളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ 14-ഉം 15-ഉം കൂടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞുള്ളത്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ.